ലോക ജനസംഖ്യ എടുക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ഈ രജസ് കൂടിയ തമസ് കുറവായിത്തീർന്ന കൃഷി, വാണിജ്യം മുതലായവയോട് കൂടിയ വണിപ്രവരന്മാരുടെ ലോകമാണ്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ, അവരെ സാത്വിക രാജസം കൊണ്ട് വളരെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ, നിയമം കൊണ്ട് നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അവർ ലോകത്തെ നശിപ്പിക്കും. കാലും കൈയും മസ്തിഷ്കവും ചങ്ങലക്കെട്ടുകളിലിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ വണിപ്രവരന്മാർ വിനാശകാരികളാണ്. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാകാമത്തിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു ആരോഗ്യത്തെ ചേർത്ത് വെച്ച്. അന്യതാകാമത്തെക്കുറിച്ച് നമ്മൾ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു. അത് വ്യക്തിയിൽ ആരംഭിച്ച് കുടുംബത്തിൽ വികസിപ്പിച്ച് അങ്ങനെ രാജ്യത്തോളം, പിന്നെ അത് യുദ്ധത്തോളം, ഇങ്ങനെ പല വഴി വികസിച്ച് പല മാനങ്ങളിൽ നമ്മൾ കണ്ടു. സ്വാമിജി, ഈ അന്യതാകാമം എന്നത് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്നത് സംബന്ധിച്ച് സ്വാമിജി ഇതിനിടയിൽ പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് കുറച്ചും കൂടി എങ്ങനെയാണ് അന്യതാകാമം വരുന്നത്, അതിനൊരു വഴി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറയാമോ സ്വാമിജി? തീർച്ചയായും. നമ്മൾ ദൂഷിതമാകുന്ന വായുവിനെ പറഞ്ഞു. അതായത് പലരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തെറ്റുകളും ശരികളും അറിഞ്ഞും അറിയാതെയും വരും. വാസനകളുടെ ഉൾപ്രേരണകൾ വളരെ ശക്തമാണ്. ഓരോ വ്യക്തിക്കും ഗുണവും ഗുണത്തിൻ്റെ ഉത്കർഷവുമുണ്ട്. ഇതറിഞ്ഞു വേണം വ്യക്തിയെ നിയന്ത്രിക്കാൻ. ലോകം എവിടെ നമ്മൾ നിന്ന് നോക്കിയാലും ചില ആളുകളിൽ തമസ് അധികരിച്ച് കാണും. അല്പം രജസ് പ്രവർത്തനോന്മുഖമായി അവരിൽ കാണും. അവർ മറ്റുപദ്രവങ്ങളൊന്നും ഇല്ലാത്തവരാണ്. അവർക്ക് മറ്റധികാരങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ, ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കാതെ ഉത്തരവാദിത്വമുള്ള ഒരാളിൻ്റെ കീഴിൽ അവർ നിന്ന് അവരെ സേവിച്ച് പണിയെടുക്കുന്നുവെങ്കിൽ അവർ അപകടകാരികളല്ല. വളരെ ഉത്തമന്മാരെ വേണം അവർ സേവിക്കാൻ പോകാൻ. അത് നിർബന്ധമാണ്. എപ്പോഴെങ്കിലും രജസ്സു കൂടിയ അധമന്മാരെ അവർ സേവിക്കാനിടയായാൽ സംഗതി ആകെ താറുമാറോ. തമസ് വളരെ ആധിക്യേന പ്രവർത്തിക്കുന്ന, രജസ് അല്പമാത്രമായി നിൽക്കുന്ന അവർ ധർമ്മമോ അധർമ്മമോ സത്യമോ അസത്യമോ നോക്കില്ല. തങ്ങൾ സേവിക്കുന്നവർക്ക് വേണ്ടി മരിക്കും. മരണവും അവർക്ക് വലിയ കാര്യമല്ല, ജീവിതവും അവർക്ക് വലിയ പ്രശ്നമല്ല. ഇത് രണ്ടും തമ്മിൽ തമസ് കാരണം അവർക്ക് ഭേദമില്ല. ഈ ഭൂമിയിൽ എക്കാലവും ഏറ്റവും കൂടുതൽ അംഗബലമുള്ളത് അവർക്കാണ്. ലോകം നോക്കിയാൽ അറിയാം. മറ്റുള്ളവരെ സേവിച്ച് ജീവിക്കുക. ഒരു വികാരം കൊണ്ടു കഴിഞ്ഞാൽ എന്തും തകർക്കാൻ മുന്നേറുക. ദുഷിച്ച ഈ കാലത്ത് തമസ് ബാധിച്ച് ആ ജനതയെയാണ് കച്ചവട സംഘങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തും വിൽക്കുവാനും എന്തും കൊടുക്കുവാനും എന്തും വാങ്ങുവാനും കൃഷി, മുതലായവയൊക്കെ നടത്തുവാനും മനസ്സ് രൂപാന്തരപ്പെടുന്നത് രജസ് കൂടിയ തമസ് കുറഞ്ഞ ആളുകൾക്കാണ്.
രജസ് കൂടുതലായതുകൊണ്ട് എന്തും സ്വന്തമാക്കാനുള്ളൊരു മുന്നേറ്റം അവർക്കുണ്ടാവും. രണ്ടാമത് ലോകത്ത് ജനസംഖ്യയുള്ളത് അവർക്കാണ്. ശരിയാണോ എന്ന് ആലോചിച്ചു. ശരിയാണ് സ്വാമിജി. സേവാനിരതമായി അന്യന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പാദസേവ ചെയ്ത് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിച്ച് സ്നേഹത്തോടെ അവർക്ക് പാദപൂജ ചെയ്യുന്ന ഒരു ജനതയാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. എപ്പോഴെങ്കിലും അവർ അന്യരാൽ നയിക്കപ്പെടുന്നതല്ലാതെ വന്നാൽ വിനാശം വളരെ കൂടുതലാണ്. കാരണം അവർക്ക് ചിന്തയില്ല. ആർക്കെങ്കിലും വേണ്ടി എന്തും തച്ചുടയ്ക്കാനും ആർക്കെങ്കിലും വേണ്ടി എന്തും ഉൽപ്പാദിപ്പിക്കാനും അവർക്ക് കഴിവുണ്ട്. ഉൽപ്പാദിപ്പിക്കുവാൻ കരുത്തും അവരെ നയിക്കാൻ കരുത്തുമുള്ള ഉത്തമന്മാരുടെ കയ്യിൽ സൃഷ്ടിപരമായും അധമന്മാരുടെ കയ്യിൽ വിനാശപരമായും അവർ തീരുമെന്നുള്ളതാണ് വസ്തുത. രജസ് കൂടി തമസ്സു കുറഞ്ഞ കച്ചവടക്കാരുടെ കയ്യിലേക്ക് ഈ സേവകരെത്തിയപ്പോഴെല്ലാം ലോകം നാശം കണ്ടിട്ടുണ്ട്. അമേരിക്കയും ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിയുമെല്ലാം 12, 13, 14 നൂറ്റാണ്ടുകളിൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം വരെ ഈ നാശത്തിലായിരുന്നു എന്ന് പറയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതലാണ് റിനൈസൻസിൻ്റെയും റെഫർമേഷൻ്റെയും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെയും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും അമേരിക്കൻ വിപ്ലവത്തിൻ്റെയും കാലങ്ങളിൽ മാറ്റത്തിൻ്റെ നാന്ദി നാം കണ്ടത്. ലോകത്തെമ്പാടു നിന്നും അടിമകളെ കച്ചവടം ചെയ്തു കൊണ്ടുവന്ന് താന്താങ്ങളുടെ പ്രൗഢിക്കനുസരിച്ച് വ്യവസായികൾ നിർത്തി പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയായിരുന്നു യൂറോപ്പ് മുഴുവൻ കണ്ടത്. ഇത് മാറുന്നത് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ആവിർഭാവം കണ്ട് ഭയന്ന മുതലാളിത്ത മേഖല പരിവർത്തനോന്മുഖമാവുകയും മതം പരിവർത്തനോന്മുഖമായി തീർന്ന റെനൈസൻസും റെഫർമേഷനും നടക്കുകയും ചെയ്തതുകൊണ്ടാണ്. അത് ചരിത്രപരമായി പഠിക്കുന്നത് വളരെ രസകരവുമാണ്. ഉടമ പോയി ആരെയും തല്ലിയിട്ടില്ല. ഉടമയ്ക്ക് വേണ്ടി തല്ലിയിട്ടേ ഉള്ളൂ. ഉടമയ്ക്ക് വേണ്ടി തല്ലിയിട്ടേ ഉള്ളൂ. ഉടമയ്ക്ക് വേണ്ടി മരിച്ചിട്ടേ ഉള്ളൂ. തല്ലാനും കൊല്ലാനും കൊല്ലപ്പെടാനും പണിയെടുത്തുണ്ടാക്കാനും ചവിട്ടാനും തൊഴിക്കാനും വേണ്ടി ജനിച്ചവരാണ് എക്കാലവും തമോ ഗുണസമ്പന്നരായവർ. അത് ഗുണത്തിൻ്റെ പ്രത്യേകതയാണ്. അവർക്കത് കൊള്ളുന്നത് വലിയ ഇഷ്ടവുമാണ്. നാം വിചാരിക്കുന്നത് പോലെ അടിമയ്ക്ക് അടിമയായിരിക്കുന്നതിൽ ദുഃഖമില്ല. അടിമയ്ക്ക് ഉടമയാകുന്നതിൽ മാത്രമേ ദുഃഖമുള്ളൂ. ഗുണത്തിൻ്റെ ഈ സത്യം മനസ്സിലാക്കാതെയാണ് അടിമകൾക്ക് വേണ്ടിയുള്ള വാദമുഖങ്ങളൊക്കെ ഇടക്കാലത്തുണ്ടായത്. ആ വാദമുഖങ്ങളുടെ അവാന്തര പ്രകൃതമാണ്
ഇന്ന് ഉന്നതരായ ന്യായാധിപന്മാരും പോലീസ് ഓഫീസർമാരും ഭരണാധികാരികളും വരെ ഈ ഗുണം താന്നവരെ ഗുണ്ടകളായി ഉപയോഗിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. ഏത് ഗുണ്ടയെ പിടിക്കുമ്പോഴും മുകളിലൊരാളാണ് പിടി കൊടുക്കാനും കൊടുക്കാതിരിക്കാനും തെറ്റ് ചെയ്യാനും പ്രേരിപ്പിച്ചതെന്ന് എല്ലാ ഗുണ്ടയ്ക്കും പറയാനുണ്ട്. തീർച്ചയായും സ്വാമിജി. ശരിയല്ല. ശരിയാണ് സ്വാമിജി. പക്ഷെ കോടതിയിൽ ഗുണ്ടയുടെ വാക്കിന് പ്രസക്തിയുമില്ല. ഉന്നതന്മാരുടെ വാക്കിന് അവരുടെ പണവും സ്വാധീനവും അവരുടെ പ്രവൃത്തിയും അവർ ജനിച്ച കുടുംബവും അവരോടൊപ്പം നിൽക്കുന്നവരും അവരുടെ വിദ്യാഭ്യാസവും കാരണം അസത്യമാണെങ്കിലും സത്യമായി കോടതികൾ പോലും അംഗീകരിക്കും. അല്ല എന്ന് തെളിയിക്കുവാൻ ഗുണ്ടകൾക്ക് ബുദ്ധിമുട്ടുമുണ്ടാവും. എവിടെയാണ് ചരിത്രം മാറിയത്? പ്രാചീന രാജചരിത്രങ്ങളിൽ നിന്ന് എവിടെയാണ് ചരിത്രം മാറിയത്? ചരിത്രം മാറാനായിരുന്നല്ലോ ജനാധിപത്യം, ചരിത്രം മാറാനായിരുന്നല്ലോ സാങ്കേതിക വിദ്യാഭ്യാസം. ചരിത്രത്തെ മാറ്റിമറിക്കുവാനും നന്മ നേരുന്നതിനും ലോകോപകാരത്തിനും വേണ്ടിയായിരുന്നല്ലോ പരിഷ്കാരങ്ങൾ. ഭരണാധികാരികൾ ചവച്ചുതുപ്പിയ, സമ്പന്നർ ചവച്ചുതുപ്പിയ, വ്യവസായികൾ ചവച്ചുതുപ്പിയ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പരിപാലിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണവും അതിനകത്തെ അംഗങ്ങളെയും നോക്കിയാൽ രാജഭരണത്തിൽ നിന്ന് എത്രയോ ദുഷിച്ചിരിക്കുന്നു ജനാധിപത്യമെന്ന് ഏതൊരു കണ്ണുള്ള മനുഷ്യനും കാണാൻ കഴിയും. ശരിയല്ല? ശരിയാണ് സ്വാമിജി. കാമം എത്ര വളർന്നിരിക്കുന്നു. അപ്പോൾ കാമത്തെ വളർത്തുന്നതിൽ രജസിൻ്റെ പങ്ക് വളരെ കൂടുതലാണ്. തമസ് കാമത്തെ അധികം വളർത്തുന്നു എന്ന് പറഞ്ഞുകൂടാ. രജോ ഗുണത്തിലാണ് കാമം കെട്ടിനിൽക്കുന്നത്. രജോ ഗുണം തമസ്സുമായി ചേരുമ്പോഴാണ് കാമം വികലമായിത്തീരുന്നതും വിനാശകരമായിത്തീരുന്നതും. ലോക ജനസംഖ്യ എടുക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ഈ രജസ് കൂടിയ തമസ് കുറവായിത്തീർന്ന കൃഷി, വാണിജ്യം മുതലായവയോട് കൂടിയ വണിക്പ്രവരന്മാരുടെ ലോകമാണ്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ, അവരെ സാത്വിക രാജസം കൊണ്ട് വളരെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ, നിയമം കൊണ്ട് നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അവർ ലോകത്തെ നശിപ്പിക്കും. ഭരണാധികാരികളുടെ ഇടനാഴികകളിൽ പ്രലോഭനത്തിൻ്റെ വിത്തുപാകി ലോകത്തിൻ്റെ സുസ്ഥിരതയെ കെടുത്തുകയും ശാന്തിയെ തകർക്കുകയും ആരോഗ്യത്തെ കാർന്നു തിന്നുകയും ചെയ്യും. അവർ കാലും കൈയും മസ്തിഷ്കവും ചങ്ങലക്കെട്ടുകളിലിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ വണിക്പ്രവരന്മാർ വിനാശകാരികളാണ്. ക്ഷാത്രധർമ്മത്തിൻ്റെ നിഷ്ഠൂരങ്ങളായ നിയമം കൊണ്ടുവേണം വണിക്കുകളെ നിയന്ത്രിക്കുവാൻ. വണിക്കുകളുടെ പ്രതിനിധികളോ ഒരിക്കലും സാത്വിക രാജസം തുളമ്പുന്ന ക്ഷാത്രധർമ്മത്തിൻ്റെ അധികാര സ്ഥലങ്ങളിലേക്ക് എത്തി നോക്കുവാൻ പോലും ഇടം നൽകരുത്, ധർമ്മം ലോകത്ത് നടക്കണമെങ്കിൽ. കച്ചവട സംഘങ്ങളും അവരുടെ പ്രതിനിധികളും ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾക്കടുത്തുകൂടെ പോകരുത്. അസ്പൃശ്യരാണവർ. അവർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെട്ടിരിക്കും. മതനേതൃത്വത്തെയും ആധ്യാത്മിക നേതൃത്വത്തെയും രണ്ടും രണ്ടായി കാണണം. പൗരോഹിത്യത്തെയും മൂന്നായി കാണണം.
മതം, പൗരോഹിത്യം, ആധ്യാത്മികത ഇതൊക്കെ ഭേദമുള്ളവയാണ്. ആധ്യാത്മികത ഏകാന്തമായൊരു യാത്രയുടേതാണ്. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. മതം സംഘടിതമായ ഒരു സാമൂഹികതയുടേതാണ്. പൗരോഹിത്യം മതമുണ്ടാക്കുന്ന ഉറവുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കൃത്രിമ അനുഷ്ഠാനങ്ങളുടെ കേന്ദ്രമാണ്. മനസ്സിലായി സ്വാമിജി. ഇവയെ ഓരോന്നിനെയും സ്വാംശീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ ഇവയെല്ലാം അപകടകാരികളായി മാറുകയും ചെയ്യും. ഇവയുടെ ഈറ്റില്ലങ്ങളിലോ ഭരണസിരാകേന്ദ്രങ്ങളിലോ രാജസം കൂടിയ താമസം അല്പമുള്ള കച്ചവട സംഘങ്ങൾ കയറിയിറങ്ങുവാൻ ഇടവരികയോ അവരുടെ പ്രതിനിധികൾ കയറിയിറങ്ങുവാൻ ഇടവരികയോ അവരുമായി ബന്ധബാന്ധവങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ നിശ്ചയമായും ധർമ്മമകലും, സത്യം നശിക്കും, സുതാര്യതയില്ലാതാവും, ജനജീവിതം ദുസ്സഹമാവുകയും ആരോഗ്യം നഷ്ടമാവുകയും സാമൂഹികത ദുഷിക്കുകയും ചെയ്യും. തദ്വര കാലവും ദുഷിക്കും. ഇവരാണ് രണ്ടാമത് ശക്തി പ്രാപിച്ചു നിൽക്കുന്നത്. ഇവരെ തിരിച്ചറിയാം തീർച്ചയായും സ്വാമിജി. വ്യക്തമായി. ലോകമെമ്പാടും ഇവരുണ്ട്. അതെ. വിചിത്രമാണ് ഇവരുടെ സങ്കല്പനങ്ങൾ. രജസിന്റെ ശക്തി കൊണ്ട് ഭരണത്തെ മാറ്റിമറിക്കുവാൻ അവരുടെ രജസ്സിന് കഴിയും. സാത്വികതയെ തങ്ങളുടെ രജസ്സിൽ അലിയിപ്പിച്ച് താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അനുഗ്രഹങ്ങൾ വാങ്ങാൻ അവർക്ക് എളുപ്പം കഴിയും. താമസശക്തി കൂടിയ ജനതയെ എന്തിനും ഏതിനും ഉപയോഗിക്കാവുന്ന വിധത്തിൽ കിങ്കരന്മാരാക്കാൻ അവരുടെ ധനത്തിനും ഗർവിനും കഴിയും. ആധുനിക ലോകം ഇവരുടെ പിടിയിലാണ്. കാമം പ്രസവിക്കുന്നത് ഇവരുടെ ബൗദ്ധിക രംഗവേദിയിൽ നിന്നാണ്. അനന്തപ്രസുവായ കാമത്തെ ജീവസുറ്റതാക്കുന്നത് ഇവരാണ്. ചാനലിലിരുന്നല്ലേ നമ്മൾ പറയുന്നത്? തീർച്ചയായും സ്വാമിജി. വെറുതെ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. പറയൂ സ്വാമിജി. നിങ്ങൾ ഇടുമോ എന്ന് പോലും എനിക്കറിയില്ല. പറഞ്ഞോളൂ സ്വാമിജി. ഗവൺമെന്റ് ഭാഗികമായ ഉടമസ്ഥതയുള്ള BSNL, അതുപോലെ എണ്ണമറ്റ ഭാരതീയ സഞ്ചാർ നിഗം ലിമിറ്റഡ്, അങ്ങനെയാണോ? അതെ സ്വാമിജി. BSNL, ഇതേപോലുള്ള ഒട്ടേറെ കമ്പനികൾ, തീർച്ചയായും, അതായത് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒട്ടേറെ കമ്പനികൾ, ഈ കമ്പനികളെല്ലാം, ഈ വ്യവസായികളെല്ലാം വൃത്തികേട് പറയാനും എഴുതാനും അറിയാവുന്നവരെ, വളരെ വികൃതങ്ങളായ ലൈംഗികതയെ ചേർത്ത് വയ്ക്കുന്ന തമാശകൾ പറയാൻ അറിയുന്നവരെ കാശ് കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. അറിയോ എന്തിനാണ് സ്വാമിജി അത്? അവര് മെസ്സേജ് ഉണ്ടാക്കും. അവരുണ്ടാക്കിയ മെസ്സേജ് നിങ്ങൾക്ക് അയക്കും. ഇതിന് ശമ്പളം കൊടുക്കുന്നത് ഈ സ്ഥാപനങ്ങളാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിയില്ലായിരുന്നു സ്വാമിജി. നിങ്ങളുടെ ഇതിലൊരു മെസ്സേജ് അടിച്ചാൽ ഉടനെ അവരുണ്ടാക്കി വിട്ട ഈ മെസ്സേജ് കാണുമ്പം നിങ്ങൾക്ക് ചിലവാകുന്ന കാശ് പോലും മറന്ന് ആ ലൈംഗികത ചാലിച്ച മെസ്സേജ് നിങ്ങളൊരു സുഹൃത്തിനോ ഒരു സ്ത്രീക്കോ അയച്ചു കൊടുക്കാൻ ഉടനെ തയ്യാറാവും. നിങ്ങളുടെ ഓഫീസിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് അവൾക്ക് അയച്ചു കൊടുക്കും, അവളിലൊരു ഇക്കിളി ഉണ്ടാക്കാൻ.
ഇത് അവളുടെ കുടുംബത്തിൽ അസ്വസ്ഥതയും, നിങ്ങളും അവളുമായി പുതിയ ബാഹ്യബന്ധവും ഉണ്ടാവും, സംസ്കാരം നശിക്കും. എന്നിട്ടിവിടെ ശാന്തി ഉണ്ടാക്കാൻ ഇവർ കുറച്ച് പണം ചെലവാക്കി ഉന്നതന്മാരെ കൊണ്ട് ശാന്തി യാത്രയും നടത്തും. ഇത് കാമത്തിൻ്റെ ഈ കളി അങ്ങനെ അറിയില്ല സ്വാമിജി. എന്നാൽ ഇങ്ങനെ ഒന്നുണ്ട്. മനസ്സിലായി സ്വാമിജി. ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, പക്ഷെ അവിടെ ഇങ്ങനൊരു സ്റ്റാഫുണ്ട്. ഇതിനായി മാത്രം സ്റ്റാഫ്. ഭയങ്കര സംഭവം തന്നെയല്ലേ സ്വാമിജി ഇതെല്ലാം. ഇത് പടച്ചു വിട്ട് വിടുമ്പോൾ നിങ്ങളൊരു മെസ്സേജിന് എത്ര രൂപ കൊടുക്കണമോ, നിങ്ങൾ തന്നെ ഇത്ര ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 1000 പേർക്ക് അയക്കും. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. അതിന് കുറച്ച് ഫ്രീ ഉണ്ടാവും. അവരൊരു 1000 പേർക്ക് അയക്കും. മറ്റവൻ്റെ ശമ്പളവും കൊടുത്തു കഴിഞ്ഞ് വലിയൊരു വരുമാനമാവും. മാധ്യമരംഗങ്ങളിലും മറ്റും വ്യവസായികൾ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ എത്ര ഗംഭീരമാണെന്ന് നിങ്ങൾ ആലോചിച്ചു. തീർന്നില്ല. ചാനലുകൾ ലക്ഷക്കണക്കിനാണ് കേരളത്തിലേക്ക് വരുന്നത്. മനസ്സിലായില്ല? ഇന്ന് അത്രയേറെ ചാനലാണ്. മനസ്സിലായി. ഏറെ ചാനൽ വരാൻ 100, 150, 200 ഒക്കെ എടുത്താലും അതിനപ്പുറത്തേക്ക് പിന്നെയും ചാനലുകൾ എടുക്കുക ലോകമെമ്പാടുമായി. തീർച്ചയായും. അതിനകത്തുനിന്ന് ഒരു 100, 150 ചാനലെന്ന് കൂട്ടുക നിങ്ങളുടെ ടി വിയിൽ വരുന്നത്. അതവിടെ എത്തിച്ചു തരുന്ന നമ്മളീരുന്ന് പറയുന്ന നെറ്റ്വർക്കുകൾ പോലുള്ളവർക്ക് നിങ്ങൾ 180, 190 രൂപയാണ് കൊടുക്കുന്നത്. ഇവർ പേ ചാനലുകൾക്ക് പൈസ കൊടുക്കേണ്ടത് വളരെ വലുതാണ്. ശരിയാണ്. നിങ്ങൾ കാണുന്നത് ഇതാണ് അവരുടെ വരുമാനമെന്നാണ്. ശരിയല്ലേ? ശരിയാണ്. ട്രാവൽ ആൻഡ് ടൂറിസം, ട്രാവൽ ആൻഡ് ലിവിങ്, പിന്നെ ചില ചാനലുകളിൽ വരുന്ന ടൂറിസം ബന്ധപ്പെട്ടുള്ള ലൈംഗികതയും മറ്റുള്ളതും ചേർന്ന് വരുന്ന പ്രോഗ്രാമുകൾ, ഫാഷൻ പോലുള്ള ചാനലുകൾ. ഈ ചാനലുകൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ജനങ്ങൾ വാങ്ങുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. ഇതിനെല്ലാം ഇവർക്ക് കാരിയർ ഫീ കൊടുക്കുന്നുണ്ട്. ഇത് ജനത്തിന് ആവശ്യമുള്ളതല്ല. ഈ ചാനൽ ഇടാതിരിക്കുകയാണ് എങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് ലാഭമുണ്ട്. ജനങ്ങളുടെ സ്വഭാവം ഒരുപാട് നന്നാവും. ജനങ്ങൾ വൃത്തികെട്ടവരാവില്ല, ഭീകരന്മാരായിത്തീരില്ല. 2.5 വയസ്സുള്ള കുഞ്ഞിരുന്ന് കൊലപാതകങ്ങളുടെയും ഇടിയുടെയും ഒക്കെ സീൻ കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ ആഹാരവും ചിന്തയും ഒപ്പം ബ്രെയിനിലേക്ക് കടന്നു ചെല്ലുന്നത് 10 സ്പോർട്സ് പോലുള്ള ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഭീകരമായാണ് കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അവൻ അവിടുന്ന് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റാൽ അവൻ ആഹാരം വിളമ്പിക്കൊടുത്ത തള്ളയുടെ നേരെ പോലും ഈ എന്ന് വെക്കാനായിട്ട് തുടങ്ങും. ശരിയാണോ എന്ന് ആലോചിച്ചു. ഇത് കാരിയർ ഫീ കൊടുത്ത് 1 ലക്ഷമാണ് പേ ചാനലിന് ഒരു വർഷം അടയ്ക്കേണ്ടതെങ്കിൽ 10 ലക്ഷമാണ് ഈ വക സാധനങ്ങൾക്ക് ചിലപ്പോൾ കാരിയർ ഫീ.